നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ 2026 ജനുവരി 1-ാം തീയതി, അതായത് പുതുവത്സര ദിനം. അപ്പം എല്ലാവർക്കും ഞാൻ പുതിയ ഒരു വർഷത്തിൻ്റെ മംഗളാശംസകൾ നേരുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണതേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോണ ഒരു വിഭവം ഒരു പുഴുക്കാണ് കേട്ടോ. തിരുവാതിര പുഴുക്ക് എന്ന് പറയും. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പുഴുക്കാണ് ഇത്. സാധാരണ നമ്മൾ തിരുവാതിരയ്ക്ക് അരിഭക്ഷണം കഴിക്കില്ല. ചാമക്കഞ്ഞിയോ ഗോതമ്പ് കഞ്ഞിയോ ഒക്കെ കഴിക്കുക. ഇനിയിപ്പോൾ അഥവാ കഞ്ഞി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കഞ്ഞിയുടെ അല്ലെങ്കിൽ ചോറിൻ്റെ അതേ ഇഫക്റ്റ് കിട്ടുന്ന ഒരു പുഴുക്കാണ് ഇത്. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് മുതിരയാണ് കേട്ടോ. പയർ ഉപയോഗിക്കാം, പക്ഷെ മുതിരയാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതാണ് മുതിര കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഗ്ലാസ് മുതിര എടുത്തു. ശരിക്കും അരിഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് കേട്ടോ മുതിര മാത്രം വെച്ച് കഴിക്കണത്. മുതിര കഴിച്ചാൽ കുതിരയാവും എന്നൊക്കെ പറയും കുട്ടികൾ പണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുതിര സാധാരണ ഞാൻ പച്ചക്കാണ് അടുപ്പത്ത് ഇടാറ് സാധാരണ. ഇന്നൊന്ന് വറുത്തിട്ടിടാൻ തീരുമാനിച്ചേക്കാം. വറുത്തിട്ട് വയ്ക്കുമ്പോൾ സ്വാദൊന്നും കൂടി കൂടും കേട്ടോ. അപ്പം നമുക്ക് വറുക്കാതൊന്ന് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം, തീ കത്തിക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എണ്ണ ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ഇളക്കാവുന്ന. മുതിര ഇങ്ങനെ പരന്നിരിക്കുമല്ലോ, അറിയാലോ. പയറൊക്കെ ഉരുണ്ടിരിക്കും, മുതിര പരന്നിരിക്കും. അപ്പോൾ ഇത് വറുത്ത് കഴിയുമ്പോൾ ഇതിന് ഉരുണ്ട് വരും കേട്ടോ. പറഞ്ഞിട്ടില്ലേ മുതിര വറുത്ത പോലെ എന്ന് പറയില്ലേ ഇങ്ങനെ. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മുതിര ഇങ്ങനെ പരന്ന് വന്നത്. പയറും ഉഴുന്ന് ചെറുപയർ ഒക്കെ ഉരുണ്ട് വരുന്നല്ലേ ഇരിക്കുക. അപ്പോൾ പണ്ടും ഈ മുതിര അങ്ങനെയായിരുന്നു ഉരുണ്ടായിരുന്നിരുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് പരന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മാഷ് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ടില്ല കഥ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ അത് കഥ വന്നതാണ് കേട്ടോ. ഞാൻ 6-ാം ക്ലാസ്സിൽ വെച്ച് കേട്ടിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കഥയാണ് ഇത്. ഇങ്ങനെ വറുത്താൽ എന്താ ഗുണമെന്നറിയോ? ഇത് വറുത്തെങ്കിൽ വേഗം വേവും ഇത്ര. വറുത്ത് കഴിഞ്ഞാൽ വേഗം വേവും ചെയ്യാൻ സ്വാദും കൂടും. ഉണ്ടാക്കാം. കണ്ടോ, വറുത്തു, നല്ലോണം വറവായിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അടുപ്പത്തിന് പൊട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓഫാക്കിയത്. ഇനി ചൂടാറിയിട്ട് വേണം അടുപ്പത്ത് വെക്കുക. ഇപ്പോൾ കണ്ട ഉരുണ്ടിരിക്കണേ പറയില്ലേ ഇങ്ങനെ മുതിര വറുത്ത പോലെ ആയി. ഒന്ന് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് തടിയൊക്കെ വെക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പറയും, നീ എന്താ മുതിര വറുത്ത പോലെ ആയില്ലോ എന്ന് പറയും. എന്ന് വെച്ചാൽ ഉരുണ്ടല്ലോ എന്നർത്ഥം, നല്ല ഭംഗിയായി എന്നർത്ഥം. വാങ്ങി വയ്ക്കാം. ചൂടാറിട്ട് വേണം നമുക്ക് അടുപ്പത്തിടാനായിട്ട്. മുതിര വറുത്തത് കണ്ടോ, മുതിര വറുത്ത് നല്ല മണമുണ്ട്. വീട് ഫുള്ള് നല്ല മണം, മുതിര വറുത്ത മണം. ഇത് തിന്നാനും നല്ല രസമാണ് കേട്ടോ. വറുത്ത കടല തിന്നണ പോലെ, കപ്പലണ്ടി തിന്നണ പോലെയൊക്കെ മുതിരയും വറുത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. പയർ വറുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു കിളി തൻ്റെ കുട്ടിയുടെ പയർ വറുക്കാൻ കൊടുത്ത കഥ കേട്ടിട്ടില്ലേ, പ്രാവ്. നമുക്ക് ഇത് കഴുകിയിട്ട് കഴുകണം എന്തായാലും കേട്ടോ. തിന്നാൻ തോന്നുന്നുണ്ട് അല്ലേ? അത് തിന്നണില്ല കേട്ടോ. വൈലോപ്പിള്ളിയുടെ കവിതയില്ലേ ചേട്ടാ, ഞാൻ മുതിര വറുത്തു കേട്ടോ. മുതിര വറുത്തപ്പോഴേ ചേട്ടാ, മുതിര വറുത്ത് നല്ല വാസന വന്നില്ലേ ഇവിടെ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കുമ്പോൾ. കപ്പലണ്ടിക്ക് വറുത്ത് കഴിക്കില്ലേ ഇവിടെ, അതേപോലെ നല്ല രസമുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ ഓർക്കണം, പയർ വറക്കാനായിട്ട് വൈലോപ്പിള്ളി ഒരു കഥ എഴുതിയിട്ടില്ലേ, ചങ്ങാലിപ്രാവിൻ്റെ. വെള്ളമൊഴിക്കാം, അടുപ്പത്തേക്കാണ് വേവട്ടെ. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. മുതിര അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വിസിൽ വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽക്കല കഷ്ണങ്ങൾ നുറുക്കാം. പുഴുക്കല്ലേ ഉണ്ടാക്കണത്. പുഴുക്കിന് എന്തൊക്കെ കഷ്ണങ്ങൾ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമുക്ക്
വിസിൽ വന്നു കേട്ടോ. വേണ്ട കഷ്ണങ്ങൾ ചേന, കായ, കുത്തുകിഴങ്ങ്, അതൊക്കെ കാച്ചിൽ എന്ന് പറയും, പിന്നെ ചെറുകിഴങ്ങ്, പിന്നെ കണ്ടിച്ചേമ്പ്, പിന്നെ മധുരക്കിഴങ്ങ്, കൂർക്ക, ഇതൊക്കെയാണ് ഇടുക നമ്മൾ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയേക്കണത് കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ കേട്ടോ. ഇത് കുത്തുകിഴങ്ങാണ് കേട്ടോ. കുത്തുകിഴങ്ങ് എന്ന് പറഞ്ഞാൽ പല വയലറ്റ് കളറുള്ളതുണ്ട്, ഇത് വെള്ള കളറാണ്, ചെറിയൊരു മഞ്ഞ കളറുണ്ട്, കുറച്ച് കണ്ടോ വൈറ്റ് കളറാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇത് പറിച്ചെടുത്തപ്പോഴേ അത് പൊട്ടിയതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നടുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂക്ക് എന്ന് പറയും. മൂക്ക് എന്ന് വെച്ചാൽ ആ മുളയുടെ ഭാഗമല്ലേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ മുളയുള്ള ഭാഗം, അതായത് മുളച്ച് വരുന്ന ഭാഗം ഇതിനെ മൂക്ക് എന്ന് പറയും. ഇത് മാറ്റി വയ്ക്കുക, അതിൽ നടുക. നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നടുമ്പോൾ കുത്തുകിഴങ്ങ് എന്ന് കൂടി ഇതിന് പേരുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് അടിയിലേക്ക് പോയിട്ട് കുത്തി 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 എടുക്കണം, മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുഴി കുത്തിയിട്ട് കുഴിച്ചിടണ്ട. ഇത് ഏതെങ്കിലും മരത്തിൻ്റെ കടക്കയോ അങ്ങനെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് വയ്ക്കുക. അതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടുക, താഴയിൽ കുഴിച്ചിടണ്ട. അപ്പോൾ ഇത് ആ മണ്ണിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ വലുതായി ചെടിയ മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് കയറിക്കോളും. പ്ലാവിൻ്റെ ചോട്ടിലോ മാവിൻ്റെ ചോട്ടിലോ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ടാൽ മതി. കുഴിച്ചിടണ്ട, അത് കൊണ്ട് വെച്ചിട്ട് അതിന് ചുറ്റും മണ്ണ്, ചവറ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മൂടിയിടുക. ഇപ്പം തന്നെ ചെയ്യാം നമുക്കിത്. ഇതിൻ്റെ മൂക്ക് എന്താ പറയുക, മൂക്ക് ചെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ മൂടിയിടുക. അപ്പോൾ അത് അടുത്ത കൊല്ലം മഴയൊക്കെ വരില്ലേ, മഴ വരുമ്പോഴേക്കും ഇതൊക്കെ മുളച്ച് വലിയ ചെടിയായിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് പോകും ഇങ്ങനെ. അങ്ങനെയാണ്. അപ്പോൾ കുത്തുകിഴങ്ങ് ഇന്നലെ ഞാനിത് പോയി പറിക്കാൻ പോയത്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോൾ സുഖമായിട്ട് കിട്ടി. പ്ലാവിൻ്റെ ചോട്ടിൽ കുറേ ഉണ്ടല്ലോ, കുത്തി പറിക്കണതിൻ്റെ കൊണ്ട് കുട്ടി കൂടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗ്യത്തിൽ കിട്ടിയതാണ്. അപ്പോൾ ഇത് കുത്തുകിഴങ്ങ് അല്ലെങ്കിൽ കാച്ചിൽ. പിന്നെ ചേമ്പ്, നമ്മുടെ ഇഷ്ടംപോലെ ഈ കണ്ടിച്ചേമ്പുണ്ടല്ലോ, ആ കണ്ടിച്ചേമ്പാണ് ഇത്. ഞാൻ 2-3 എണ്ണ അങ്ങനെ കടക്കിയത് തിരഞ്ഞെടുത്തതാണ്. അത് കണ്ടിച്ചേമ്പ്. ഇത് മതി, കുറച്ച് മതി, മുഴുവൻ വേണ്ട. പിന്നെ കായ, നേന്ത്രക്കായ. പിന്നെ കൂർക്കയാണ്. കൂർക്ക കുറേ ഉണ്ട് കേട്ടോ. 1 കിലോ കൂർക്ക ഞാൻ വാങ്ങി, അതാണിത്. അത് കുറച്ച് മതി നമുക്ക്, എല്ലാതും കുറച്ച്. ഒരു കഷ്ണം മത്തങ്ങ ഇടാം, ഒരു കഷ്ണം. പിന്നെ ഒരു ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് ഇടാം. മധുരക്കിഴങ്ങാണിത്. ഇത് എല്ലാം. പിന്നെ ചേന, അങ്ങനെ എല്ലാ സാധനങ്ങളും കിഴങ്ങ് വർഗ്ഗ കൂടുതൽ കേട്ടോ. കായ് മത്തങ്ങ മാത്രമാണ് കിഴങ്ങല്ലാത്തതുള്ളൂ. കൂർക്കയായാലും കാച്ചിലായാലും ചേനയായാലും മധുരക്കിഴങ്ങായാലും ചേമ്പായാലും ഒക്കെ എല്ലാതും കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാം. മുതിര വെന്ത് കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുതിര വെന്തു. ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇടാം. ആദ്യം ഇടുന്നത് കായ, നേന്ത്രക്കായ അതുപോലെ നോക്കിയത്. കായ കഴുകി വെച്ചിരിക്കേണ്ടതാണ്. കായ, ദിസ് മത്തങ്ങ, ഇതാണ് കുത്തുകിഴങ്ങ് അല്ലെങ്കിൽ കാച്ചിൽ. അത് വഴുവഴുന്നിരിക്കും കാച്ചിൽ. ഇത് കണ്ടിച്ചേമ്പ്, ഇത് മധുരക്കിഴങ്ങ്, ഇത് കൂർക്ക. ചേന വേണമെങ്കിൽ ചേനയാണ്, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ചേന അതിൽ. ബിക്കോസ് ഞാൻ ചേന കിട്ടിയിട്ടില്ല, ചേന പറിക്കാനായിട്ടേ. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇട്ടു. ഉപ്പ്, വെള്ളമൊഴിക്കാം. അപ്പോൾ അത് വേണ്ട കഷ്ണമായിട്ടോ, വെള്ളമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്കൊരു വിസിൽ വരുത്താട്ടോ. ഇത് വേവിക്കണം. പണ്ടൊക്കെ അടുപ്പത്താണ് വെക്കുക കടച്ചട്ടിയിൽ, ഇപ്പോൾ ഇതിലാണ് വെക്കണത്. കുക്കറിൽ വേഗാവാൻ വേണ്ടിയിട്ടാട്ടോ. അടയ്ക്കാം. 2 വിസിൽ വരട്ടെ കേട്ടോ. ഇപ്പോൾ 1 വിസിൽ വന്നു, 1 വിസിൽ കൂടി വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് നാളികേരം കുറച്ച് അരയ്ക്കാം. എന്താ ഒരു മുറി, വലിയ മുറിയിരുന്നു, നാളികേരം നമുക്ക് അരയ്ക്കാം.
അരയ്ക്കാന്ന് വെച്ചാൽ ഒതുക്കിയാൽ മതി. നാളികേരം ഈ മിക്സിയിൽ ഇത്രയിട്ട് രണ്ട് വിസിൽ വന്നു, ഞാൻ ഓഫാക്കി. ഇനി പ്രഷർ പോകുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുറി നാളികേരം ഉണ്ട്. ഇനി അതിലേക്ക് ജീരകമാണ് ഇടേണ്ടത്. 1 ടീസ്പൂൺ ജീരകം ഇട്ടു. ഒരു പച്ചമുളക് ഇടാം. നമുക്ക് അരയ്ക്കാം കേട്ടോ. അരയ്ക്കാന്ന് വെച്ചാൽ ഒന്ന് ഒതുക്കിയാൽ മതി, അധികം അരയാൻ പാടില്ല. അരഞ്ഞു പോയാൽ സ്വാദം വരില്ല. ഇതിനൊരു നിറം കിട്ടാനായിട്ട്, ഒരു വെളുപ്പ് നിറം മാറിയിട്ട് ചുവപ്പ് നിറം കിട്ടാനായിട്ട് ഒരു ഇത്തിരി ഒരു ലേശം മുളക് പൊടി ഇടാം. ലേശം കേട്ടോ, ഇത്തിരി നിറം കിട്ടാൻ വേണ്ടി മാത്രം. എന്താ ചെറിയ ചുവപ്പ് നിറക്ക് കിട്ടിയിട്ടുണ്ട്, അധികം അരഞ്ഞിട്ടില്ല. ജീരകം ഇട്ടിട്ടുണ്ട്. ഈ ഉള്ളി വേണമെങ്കിൽ ഇടൊക്കെ ചെയ്യാം കേട്ടോ. ഉള്ളി ഞാൻ ഇടുന്നില്ല എന്ന് മാത്രം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. നമുക്ക് തുറക്കാം. എന്നിട്ടുണ്ട് ഇതാ ഓരോന്നിടത്ത് നോക്കാം. നമുക്കിത് കോർക്കാം. എന്നിട്ടുണ്ട് ചൂടിലിട്ടാം. എല്ലാം വെന്തിട്ടുണ്ട്. നാളികേരം ഇടാം. നല്ലോണം കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പിലേക്ക് ഒരു ക്ഷാമമില്ല കേട്ടോ ഇപ്പോൾ. ഓഫാക്കിയിട്ടോ ഞാൻ. ഇപ്പം കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ ഇത് കട്ടേ വരുന്നിട്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലോണം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ അടിപൊളി പുഴുക്ക് റെഡി ആയിട്ടോ. അടച്ചു വയ്ക്കാം പാത്രഭാഗം. ഇത്തിരി കഴിയുമ്പോൾ തുറക്കാം. നമുക്ക് ഇത് കഴിക്കാനായിട്ട് ചോറ് കഞ്ഞി വേണമെന്നൊന്നുമില്ല. ഇത് വെറുതെ കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും, നമുക്ക് എനർജി ഉണ്ടാവും കേട്ടോ. എങ്കിലും നമ്മളിന്ന് വച്ചേക്കുന്നത് നമ്മൾ ഊണ് കഴിക്കാൻ തന്നെയാണ്. തിരുവാതിര വരുന്നല്ലേ ഉള്ളൂ. പിന്നെ കഞ്ഞി കുടിക്കാനും നല്ലതാ, ചോറ് തിന്നാനും നല്ലതാ. സാധാരണ ദിവസങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കാം. വെറുതെ വെച്ചിട്ട് കാപ്പിക്ക് ചായ കുടിക്കുമ്പോൾ ഇത് കഴിക്കണം നല്ലതാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് അടിപൊളിയുണ്ട് കേട്ടോ. ചെറിയ മധുരമുണ്ട്. മധുരക്കിഴങ്ങും മത്തങ്ങ ഇട്ടിട്ടില്ല, അതിന് മധുര അത്യാവശ്യമുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇടിയാൻ ചക്ക ഉണ്ടെങ്കിൽ ഇടിയൻ ചക്ക ഇടാം, ചേന ഇടാം, എല്ലാ സാധനവും നമുക്ക് കുറവ്. ഇടിയൻ ചക്ക കുറവുണ്ട്, ഇടിയൻ ചക്ക ആയിട്ടില്ല. തിരുവാതിര നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പുഴുക്ക് ഉണ്ടാക്കുക. നമ്മുടെ പുഴുക്ക് റെഡിയായി. തിരുവാതിരയ്ക്ക് ഇതിന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. തിരുവാതിരയ്ക്ക് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് എല്ലാം നല്ല സാധനങ്ങളാണ്. ചോറില്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചാലും ചോറിൻ്റെ അതേ ഇഫക്റ്റ് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ ആശംസകൾ, പിന്നെ തിരുവാതിരയുടെ ആശംസകൾ. ഓക്കെ.